ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പഴം കൊണ്ടുള്ളൊരു വീഡിയോ ആണ്. അതായത് പഴം കൊണ്ട് എങ്ങനെ അലുവ ഉണ്ടാക്കാം, നമുക്ക് അത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഒരു കുല പൂവൻ പഴം പഴുത്തതാണിത്. പെട്ടെന്ന് പഴുത്ത് ഉരിഞ്ഞു പോകുന്ന പഴമാണ് പൂവൻ പഴം. നമുക്ക് ഈ പൂവൻ പഴത്തിൽ നിന്ന് കുറച്ചെടുത്ത് നമുക്ക് ഇന്നൊരു അലുവ ഉണ്ടാക്കാം. രണ്ട് പെടല പഴം, അതായത് 2 കിലോ പഴം നമ്മൾ നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. അങ്ങനെ പഴം അടിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് 1/4 കിലോ ശർക്കര ഉരുക്കിയെടുത്തതാണിത്. ഇത് നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്കൊന്ന് ഇളക്കി വെള്ളം വറ്റിച്ചെടുക്കണം. അരിപ്പൊടി നൈസ് പൊടിയാണ്, പത്തിരിപ്പൊടി അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെ പൊടി. ഈ പൊടികളൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാം. നമുക്കിതിനകത്തേക്കൊന്ന് ചേർക്കാം. ഇനി ഒരു തേങ്ങയുടെ 1/4 പാല് 2/2 പാലും വേർതിരിച്ചെടുക്കണം. 1/4 പാല് 1.5 കപ്പ് 1/4 പാലും 2 കപ്പ് 2/2 പാലും. ഇത് 1/4 പാലാണ്. ഇത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. പിന്നെ നമുക്ക് 2/2 പാല്. ഈ 2/2 പാലിലേക്ക് 1 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടിയാണ്. നമ്മുടെ ഇടിയപ്പത്തിൻ്റെ പൊടി, പത്തിരിപ്പൊടിയൊക്കെ നമുക്കിതിലേക്ക് ചേർക്കാം. ഈ പൊടി നമുക്ക് ഈ 2/2 പാലിലേക്ക് ഒന്ന് കലക്കി യോജിപ്പിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം. അരിപ്പൊടി ചേർക്കുന്നതാണ് അതിൻ്റെ ടേസ്റ്റും. അലുവയ്ക്ക് ഒരു മുറുക്കം കിട്ടാൻ നല്ലതും അരിപ്പൊടിയാണ്. ഞാൻ ഒരു വലിയ പാത്രത്തിലേക്ക് ഇത് മാറ്റി ഇളക്കാനും നമുക്ക് വരട്ടിയെടുക്കാനും എളുപ്പം അതാണ്. നമുക്കിതിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ കലക്കി വെച്ച അരിപ്പൊടിയുടെ മിക്സ് ഇങ്ങോട്ട് ചേർക്കാം. വെള്ളം പതുക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് നമ്മുടെ 1/4 പാല് ചേർക്കാം. ഒന്നാം പാല് ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മൾ വെള്ളം ഒന്ന് പറ്റിച്ചെടുക്കണം.
ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചത് ചേർക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3-4 ടീസ്പൂൺ കാച്ചിനട്ട് നെയ്യിൽ വറുത്തത്, 2 സ്പൂൺ നെയ്യും കാച്ചിനട്ടും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. നമ്മുടെ അലുവ പാകമായിട്ടുണ്ട്. അലുവയുടെ പാകം എന്നറിയാൻ നമ്മളിങ്ങനെ ഇളക്കി വരുമ്പോൾ ഒറ്റ കട്ടിയായിട്ട് ഇങ്ങനെ വരും. അടിയിൽ പതുക്കെ എണ്ണ തെളിയും. നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ എണ്ണ, നെയ്യ് ഒഴിച്ചതിൻ്റെ ഒക്കെ എണ്ണ തെളിഞ്ഞു വരും. അപ്പോഴാണ് അതിൻ്റെ പാകം. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമ്മുടെ അലുവ പാകമായിട്ടുണ്ട്. നമ്മൾ ഇളക്കി വരുമ്പോൾ ഇങ്ങനെ ഒറ്റ കട്ടിയായിട്ട് വരും. പിന്നെ അതുപോലെ എണ്ണ തെളിയും. നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുണ്ട്, നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിങ്ങനെ അടിയിൽ തെളിഞ്ഞു വരും. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് കോരിയിടാം. നന്നായിട്ട് പരന്ന് വരാനായിട്ട് നമ്മളിതിങ്ങനെ വെച്ചു. ഇതിൻ്റെ മീതെ ഒരു ഇല വെച്ചു. ഇല വെച്ച് നമ്മൾ ഒരു പ്ലേറ്റും കൊണ്ട് ഇങ്ങനെ നന്നായിട്ട് അങ്ങോട്ട് ഒതുക്കി കൊടുക്കുകയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി കൂടിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.